KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം ഫെബ്രുവരി അവസാനം. സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം സമൂഹത്തിന്റെ ഭദ്രത തകർക്കുമെന്ന് ഖലീൽ തങ്ങൾ. വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഫലസ്തീനിൽ മഹ്മൂദ് അബ്ബാസുമായി കൂടിക്കാഴ്ച നടത്തും. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നേരെ കരിമഷി പ്രയോഗം. IS-നെ ചെറുക്കാൻ കേരളമടക്കം 13 സംസ്ഥാനങ്ങളുടെ യോഗം സോഷ്യൽ മീഡിയയിലൂടെ യുവാക്കളിൽ IS സ്വാധീനം തടയാനുള്ള മാർഗം ചർച്ച ചെയ്യും. ചെറുകിട സംരംഭകർക്ക് പ്രോത്സാഹനവുമായി സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിക്ക് തുടക്കമായി. അഫ്ഗാനിസ്ഥാനിൽ ചാവേർ സ്ഫോടനം, 11 മരണം. മുഹിമ്മാത്തിൽ താജുൽ ഉലമ നൂറുൽ ഉലമ അനുസ്മരണവും അഹദലിയയും ഈ മാസം 21-ന്. സുന്നി വോയ്സ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ നടപടിക്രമങ്ങൾ ഈ മാസം 23-ന് പൂർത്തിയാക്കണം. UAE-യിൽ വിദ്യാലയ പ്രവേശന രജിസ്ട്രേഷൻ തുടങ്ങി. കുട്ടികളുടെ എണ്ണത്തിൽ കർശന നിബന്ധന. വാർത്തകൾ വിശദമായി. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം ഫെബ്രുവരി അവസാന വാരം നടക്കും. ദുബൈയിൽ ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് തീരുമാനം. തീയതി ഒരാഴ്ചക്കകം പ്രഖ്യാപിക്കും. ഉദ്ഘാടന ചടങ്ങിൽ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പങ്കെടുക്കാൻ സാധ്യതയുള്ളതിനാൽ അദ്ദേഹത്തിന്റെ സൌകര്യം കൂടി കണക്കിലെടുത്തായിരിക്കും ഉദ്ഘാടന തീയതി തീരുമാനിക്കുക. എമിറേറ്റ് ടവേഴ്സ് ഓഫീസ് ടവറിൽ നടക്കുന്ന യോഗത്തിൽ സംസ്ഥാന വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, ദുബൈ ടീകോം CEO ജാബിർ ബിൻ ഹാഫിസ്, സ്മാർട്ട് സിറ്റി CEO ഡോക്ടർ ബാജു ജോർജ്, പ്രത്യേക ക്ഷണിതാവായി വ്യവസായി MA യൂസുഫ് അലി എന്നിവർ പങ്കെടുത്തു. 246 ഏക്കറിൽ നിർമ്മിക്കുന്ന സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ആദ്യഘട്ടം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. 6.5 ലക്ഷം ചതുരശ്ര അടിയിലാണ് SCK01 എന്ന ആദ്യ IT ടവറിന്റെ വിസ്തീർണം. ഇന്ത്യയിൽ തന്നെ ലീഡ് പ്ലാറ്റിനം റേറ്റിംഗ് ഉള്ള ഏറ്റവും വലിയ IT ടവറാണിത്. ഇത് തുറക്കുന്നതോടെ 5000 പേർക്ക് തൊഴിൽ ലഭിക്കും. ഇവിടത്തെ എല്ലാ ഓഫീസുകളും പാട്ടത്തിന് കൊടുത്തു കഴിഞ്ഞതായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. ഇവിടേക്ക് 3.7 കിലോമീറ്റർ 4 വരി റോഡും മറ്റ് അടിസ്ഥാന സൌകര്യങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പ്രധാന കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തോടൊപ്പം മൊത്തം 47 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള 7 കെട്ടിടങ്ങളുടെ തറക്കല്ലിടലും നടക്കും. 3 വർഷം കൊണ്ട് ഇത് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതുകൂടി പ്രാവർത്തികമാക്കുന്നതോടെ 70,000 പേർക്ക് തൊഴിൽ ലഭിക്കും. പൂർണ്ണാർത്ഥത്തിൽ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ 88 ലക്ഷം ചതുരശ്ര അടിയോളമായിരിക്കും മൊത്തം വിസ്തീർണം. കാക്കനാട് ഇടച്ചിറയിൽ സർക്കാർ ഏറ്റെടുത്ത 136 ഏക്കർ സ്വകാര്യ ഭൂമിയും ഇതിനോട് ചേർന്ന് വൈദ്യുതി ബോർഡിന്റെ കൈവശമുള്ള 100 ഏക്കർ സ്ഥലവും ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന 10 ഏക്കർ സ്ഥലവും ഉൾപ്പെടുന്ന 246 ഏക്കറിലാണ് പദ്ധതി യാഥാർത്ഥ്യമാവുക. 2015 മാർച്ചിൽ നിശ്ചയിച്ചിരുന്ന ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനമാണ് 1 വർഷത്തോളം നീണ്ടത്. ജനുവരി അവസാനം ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അവസാനം ബന്ധപ്പെട്ടവർ അറിയിച്ചത്. ദുബൈ ഹോൾഡിംഗ്സിന്റെ ഉപസ്ഥാപനമായ ടീകോം ഇൻവെസ്റ്റ്മെന്റും സംസ്ഥാന സർക്കാരും സംയുക്തമായാണ് കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി പ്രത്യേക കമ്പനി രൂപവൽക്കരിച്ച് പ്രവർത്തിക്കുന്നത്. 2015 മാർച്ചിൽ നിശ്ചയിച്ചിരുന്ന ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനമാണ് 1 വർഷത്തോളം നീണ്ടത്. ജനുവരി അവസാനം ഉദ്ഘാടനം ചെയ്യുമെന്നായിരുന്നു അവസാനം ബന്ധപ്പെട്ടവർ അറിയിച്ചത്. ദുബൈ ഹോൾഡിംഗ്സിന്റെ ഉപസ്ഥാപനമായ ടീകോം ഇൻവെസ്റ്റ്മെന്റും സംസ്ഥാന സർക്കാരും സംയുക്തമായാണ് കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി പ്രത്യേക കമ്പനി രൂപവൽക്കരിച്ച് പ്രവർത്തിക്കുന്നത്. 2 ദിവസത്തെ ഫലസ്തീൻ ഇസ്രായേൽ സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ടെൽ അവീവിലെത്തി. ടെൽ അവീവ് വിമാനത്താവളത്തിൽ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ സുഷമയെ സ്വീകരിച്ചു. ഇന്ന് രാവിലെ റോഡ് മാർഗം വെസ്റ്റ് ബാങ്ക് നഗരമായ റാമല്ലയിലേക്ക് സുഷമ യാത്ര തിരിച്ചു. റാമല്ലയിൽ ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായും വിദേശകാര്യമന്ത്രി റിയാദ് അൽ മാലിക്കിയുമായും സുഷമ കൂടിക്കാഴ്ച നടത്തും. ഗാർഡൻ ഓഫ് നേഷനിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ സുഷമ അന്തരിച്ച ഫലസ്തീൻ നേതാവ് യാസർ അറഫാത്തിന്റെ കബറിടം സന്ദർശിക്കും. ഫലസ്തീനിൽ ഇന്ത്യ നിർമ്മിച്ചു നൽകുന്ന ഇന്ത്യ ഫലസ്തീൻ ഡിജിറ്റൽ ലേണിംഗ് ആൻഡ് ഇന്നവേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം വിദേശകാര്യമന്ത്രി നിർവഹിക്കും. റാമല്ലയിൽ നിന്ന് ടെൽ അവീവിൽ മടങ്ങിയെത്തുന്ന സുഷമ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര സഹകരണം സംബന്ധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തും. ഈ വർഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യ സന്ദർശിക്കാനിരിക്കെയാണ് സുഷമയുടെ സന്ദർശനം. 3 മാസങ്ങൾക്ക് മുമ്പ് രാഷ്ട്രപതി പ്രണബ് മുഖർജി ഇരു രാജ്യങ്ങളിലും സന്ദർശനം നടത്തിയിരുന്നു.
IS-നെ ചെറുക്കാൻ കേരളമടക്കം 13 സംസ്ഥാനങ്ങളുടെ യോഗം സോഷ്യൽ മീഡിയയിലൂടെ യുവാക്കളിൽ IS സ്വാധീനം തടയാനുള്ള മാർഗം ചർച്ച ചെയ്യും. വിശദമായ റിപ്പോർട്ടിലേക്ക്. ഇന്ത്യയിലെ ഇസ്ലാമിക സ്റ്റേറ്റ് സ്വാധീനം ചർച്ച ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് 13 സംസ്ഥാനങ്ങളിലെ രഹസ്യാന്വേഷണ ഏജൻസികളുടെയും അന്വേഷണ ഏജൻസികളുടെയും യോഗം വിളിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ യുവാക്കളിൽ IS സ്വാധീനം തടയാനുള്ള മാർഗം യോഗം ചർച്ച ചെയ്തു. കേരളം, തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഡൽഹി, ജമ്മു കാശ്മീർ, അസം, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ സംബന്ധിച്ചു. രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണക്കുപ്രകാരം 23 ഇന്ത്യക്കാരാണ് ഇതുവരെ IS-ൽ ചേർന്നത്. ഇതിൽ വിവിധ സംഭവങ്ങളിൽ 6 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഓൺലൈനിൽ IS-മായി ബന്ധം പുലർത്തുന്ന 150 ഇന്ത്യക്കാർ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണെന്നും വക്താവ് അറിയിച്ചു. സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം, യുവാക്കളെ ഭീകരവാദത്തിലേക്ക് ആകർഷിക്കുന്ന ഘടകം, അയൽ രാജ്യങ്ങളിലെ IS സ്വാധീനം, നിയമപരമായി ഇതിനെ നേരിടാനുള്ള വഴി എന്നിവയാണ് ചർച്ച ചെയ്തതെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ വക്താവ് പറഞ്ഞു. കൂടാതെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ക്ഷേമ പദ്ധതികൾ തുടങ്ങേണ്ടതിന്റെ ആവശ്യം, സോഷ്യൽ മീഡിയയിൽ കൈക്കൊള്ളേണ്ട തന്ത്രങ്ങൾ, വിവരസാങ്കേതിക വിദ്യയിൽ സംസ്ഥാന പോലീസ് സേനയുടെ ശേഷി വികസനം എന്നീ വിഷയങ്ങളും ചർച്ചയായി. ഇന്ത്യയിൽ IS സ്വാധീനം പരിമിതമാണെന്നും മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അപ്രസക്തമാണെന്നും ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. വലിയ ഒരു വിഭാഗം, പ്രത്യേകിച്ച് മിക്ക മുസ്ലിം സംഘടനകളും IS-നും ഭീകരതയ്ക്കുമെതിരെ രംഗത്തു വന്നിട്ടുണ്ടെന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നേരെ കരിമഷി പ്രയോഗം. ട്രാഫിക് നിയന്ത്രണ പരിപാടിയുടെ വിജയാഘോഷത്തിനിടെയാണ് സംഭവം. മഷി ഒഴിച്ച സ്ത്രീയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചടങ്ങിൽ കെജ്രിവാൾ പ്രസംഗിക്കുന്നതിനിടെ വേദിയിലേക്ക് കയറിവന്ന സ്ത്രീ മഷി പ്രയോഗം നടത്തുകയായിരുന്നു. ഉടൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവരെ കസ്റ്റഡിയിലെടുത്തു. അവരെ വിട്ടേക്കൂ, ഡൽഹിയിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഇത്തരത്തിൽ സംഭവിക്കാറാണ് പതിവെന്ന് കെജ്രിവാൾ പറഞ്ഞു. അഫ്ഗാനിലുണ്ടായ ചാവേർ സ്ഫോടനത്തിൽ 11 പേർ മരിക്കുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗോത്ര നേതാവിന്റെ മകൻ താലിബാന്റെ തടവിൽ നിന്ന് മോചിതനായതിന്റെ ആഘോഷവേളയിലാണ് സ്ഫോടനമുണ്ടായത്. സംഭവത്തിൽ മകൻ കൊല്ലപ്പെടുകയും പിതാവിന് പരിക്കേൽക്കുകയും ചെയ്തു. ആൾക്കൂട്ടത്തിനിടയിൽ ചാവേർ പൊട്ടിത്തെറിച്ചാണ് മരണസംഖ്യ വർദ്ധിക്കാൻ കാരണമായത്. അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല. അഫ്ഗാൻ ഭരണകൂടം താലിബാനുമായി ചർച്ചയ്ക്കുള്ള ശ്രമം തുടരുന്നതിനിടയിലാണ് സ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഇതേ നഗരത്തിലെ പാകിസ്ഥാൻ കോൺസുലേറ്റിലുണ്ടായ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് IS രംഗത്തു വന്നിരുന്നു. ചെറുകിട സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിക്ക് തുടക്കമായി. ഇന്നലെ വൈകിട്ട് നടന്ന ചടങ്ങിൽ പദ്ധതിയുടെ കർമ്മരേഖ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കി. കഴിഞ്ഞ സ്വാതന്ത്ര്യദിന സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി പ്രഖ്യാപിച്ചത്. സ്റ്റാർട്ടപ്പ് കമ്പനികളെ ആദ്യത്തെ 3 വർഷം ആദായനികുതിയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. സ്റ്റാർട്ടപ്പ് സംരംഭകർക്കായി 10,000 കോടി രൂപയുടെ ഫണ്ട് സൃഷ്ടിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. സ്റ്റാർട്ടപ്പുകൾക്ക് പേറ്റന്റ് ഫീസിൽ 80% ഇളവ് നൽകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും കേന്ദ്ര വാണിജ്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനും വിവിധ കമ്പനി തലവന്മാരും പങ്കെടുത്തു. ലൈസൻസ് രാജ് സമ്പ്രദായം അവസാനിപ്പിച്ച് രാജ്യത്ത് നിക്ഷേപ സൌഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. അമേരിക്കൻ ബഹിരാകാശ സ്ഥാപനമായ നാസയുടെ ശാസ്ത്രജ്ഞർ ബഹിരാകാശത്ത് മുളപ്പിച്ച ചെടിയിൽ പൂവ് വിരിഞ്ഞു. പൂവിരിഞ്ഞു നിൽക്കുന്ന ചെടിയുടെ ചിത്രം ബഹിരാകാശ ശാസ്ത്രജ്ഞനായ സ്കോട്ട് കെല്ലി ട്വിറ്ററിലൂടെ പുറത്തുവിട്ടു. ഇതാദ്യമായാണ് ബഹിരാകാശത്ത് ചെടിയിൽ പൂ വിരിയുന്നത്. തെക്കുപടിഞ്ഞാറൻ അമേരിക്കയിൽ വ്യാപകമായി കാണുന്ന സിന്നിയാസ് എന്ന പൂച്ചെടിയാണ് ഗവേഷകർ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്ത് വളർത്തിയത്. ഈ വർഷം ആദ്യം ബഹിരാകാശ ശാസ്ത്രജ്ഞർ അവിടെ പച്ചച്ചീര വളർത്തിയിരുന്നു. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. 2016-17 വർഷത്തേക്കുള്ള പ്രവേശം എമിറേറ്റിലെ വിദ്യാലയങ്ങളിൽ ആരംഭിച്ചു. CBSE പാഠ്യപദ്ധതി പിന്തുടരുന്ന ഇന്ത്യൻ വിദ്യാലയങ്ങളിലാണ് പ്രവേശം തുടങ്ങിയത്. കിൻഡർഗാർട്ടൻ മുതൽ 12-10 തരം വരെയുള്ള ക്ലാസ്സിലേക്കാണ് പ്രവേശം. പുതിയ അധ്യയന വർഷാരംഭമായ ഏപ്രിൽ വരെ തുടരുമെങ്കിലും പ്രവേശം തുടങ്ങി ദിവസങ്ങൾ പിന്നിടും മുമ്പേ പല വിദ്യാലയങ്ങളിലും സീറ്റുകൾ പൂർത്തിയായി. ഓൺലൈൻ വഴിയാണ് പല വിദ്യാലയങ്ങളിലും പ്രവേശന രജിസ്ട്രേഷൻ. നേരിട്ടുള്ളവ അപൂർവമാണ്.
ഈ വർഷാരംഭത്തിൽ തന്നെ മിക്ക വിദ്യാലയങ്ങളിലും നടപടികൾ ആരംഭിച്ചിരുന്നു. ഓൺലൈൻ മുഖേനയായതിനാൽ രക്ഷിതാക്കൾക്ക് വിദ്യാലയങ്ങളിൽ സീറ്റ് തേടി നേരിട്ടെത്തേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. നേരിട്ടുള്ള പ്രവേശനം വിദ്യാലയങ്ങളിൽ രക്ഷിതാക്കളുടെ വൻ തിരക്കിനിടയാക്കാറുണ്ടായിരുന്നു. മാത്രമല്ല, മക്കൾ പ്രവേശനം കിട്ടാതെ നിരാശരായി മടങ്ങുന്ന രക്ഷിതാക്കളുടെ ദയനീയ മുഖം കഴിഞ്ഞ കാലങ്ങളിൽ പ്രകടമാകാറുണ്ട്. ഷാർജ ഇന്ത്യൻ സ്കൂൾ അടക്കം എമിറേറ്റിലെ പ്രമുഖ വിദ്യാലയങ്ങളിലെല്ലാം ഇത്തവണ ഓൺലൈൻ വഴിയാണ് പ്രവേശനം. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കാൻ രക്ഷിതാക്കൾക്ക് ഏറെ പ്രയാസപ്പെടേണ്ടിവരുമെന്നാണ് കരുതപ്പെടുന്നത്. വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര സൌകര്യമില്ലാത്തതാണ് ഇതിന് പ്രധാന കാരണം. ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രാലയം കർശന നിബന്ധനയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. KG 1-2 ക്ലാസുകളിൽ കുട്ടികളുടെ എണ്ണം 25-ൽ കൂടാൻ പാടില്ലെന്നാണ് മന്ത്രാലയ നിർദ്ദേശം. ഗ്രേഡ് 1 മുതൽ 12 വരെ ക്ലാസുകളിൽ 30 കുട്ടികളായിരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. SSFിൻ മക്കൾ ഞങ്ങൾ, ധർമ്മപ്പടയുടെ ഘോഷം. കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴിയിൽ. SSFിൻ മക്കൾ ഞങ്ങൾ, ധർമ്മപ്പടയുടെ ഘോഷം. കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴിയിൽ. സംസ്കാരത്തിൻ ഭദ്രത കാക്കാൻ കൈകൾ കോർക്കൂ സോദരരെ. സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരൂ സോദരരെ. സംസ്കാരത്തിൻ ഭദ്രത കാക്കാൻ കൈകൾ കോർക്കൂ സോദരരെ. സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരൂ സോദരരെ. അടിമത്തത്തിൻ ചങ്ങല പൊട്ടിച്ചുണരാം നമുക്കു ഗതിവേഗം. അധർമ്മക്കോട്ട തകർത്തെറിയാമിനി ഒത്തൊരുമിക്കൂ അതിവേഗം. SSFിൻ മക്കൾ ഞങ്ങൾ, ധർമ്മപ്പടയുടെ ഘോഷം. കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചന. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട SYS യൂണിറ്റ് സാരഥികളുടെ മിടുക്ക് പ്രകടമാക്കി നാടൊട്ടുക്കും നടന്ന സുന്നി വോയ്സ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി എല്ലാ രേഖകളും ഈ മാസം 23-ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായി സംസ്ഥാന ഓഫീസിൽ സമർപ്പിക്കണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഇനിയും അപ്ലോഡ് ചെയ്യാൻ ബാക്കിയുള്ളവർ ഉടനെ ചെയ്തും സംക്ഷിപ്ത റിപ്പോർട്ടുകളും വരിസംഖ്യയും മേൽഘടകങ്ങളും മുഖേന കൈമാറിയും നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ്. ശേഷം ലഭിക്കുന്നവ ക്യാമ്പയിൻ കാലയളവിലെ ആനുകൂല്യങ്ങൾക്ക് പരിഗണിക്കുകയില്ലെന്ന് ഓഫീസിൽ നിന്ന് അറിയിച്ചു. ലോകത്ത് ഇസ്ലാമിക ദർശനങ്ങൾ വിമർശനങ്ങൾ നേരിടുന്തോറും ഇസ്ലാം പുരോഗതിയാർജിച്ചു വരികയാണെന്ന് പ്രമുഖ പണ്ഡിതനും ചിന്തകനുമായ MP മുസ്തഫൽ ഫൈസി പ്രസ്താവിച്ചു. പാശ്ചാത്യ ലോകത്തെ ബുദ്ധിരാക്ഷസന്മാർ ഇസ്ലാമിന്റെ നശീകരണം ഉദ്ദേശിച്ചാണ് പല പഠനങ്ങളും നടത്തുന്നതെങ്കിലും ഒടുവിൽ അവർ ഇസ്ലാമിനെയും പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അടുത്തറിയാനും ഉൾക്കൊള്ളാനും തയ്യാറാകുന്ന കാഴ്ച കൌതുകകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. താഴെ ഓമശ്ശേരി യൂണിറ്റ് SSF സംഘടിപ്പിച്ച മദ്ഹെ ഹബീബ് 2016 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MT സൈനുൽ ആബിദീൻ അഹ്സനി അധ്യക്ഷത വഹിച്ചു. OM തരുവണ, മജീദ് പുത്തൂർ, EK മുഹമ്മദ് മാസ്റ്റർ, ഷറഫുദ്ദീൻ വെളിമണ്ണ, OM ബഷീർ സഖാഫി തുടങ്ങിയവർ സംസാരിച്ചു. ദിക്റിനും പ്രാർത്ഥനയ്ക്കും PMS തങ്ങൾ നേതൃത്വം നൽകി. സോഷ്യൽ മീഡിയകളുടെ ദുരുപയോഗം സമൂഹത്തിന്റെ ഭദ്രത തകർക്കുമെന്ന് മഅദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി അന്യന്റെ വികാരങ്ങളെ ഇളക്കിവിടും വിധം പരദൂഷണത്തിന്റെ പ്രചാരണ മാധ്യമമായി സോഷ്യൽ മീഡിയകൾ ഉപയോഗപ്പെടുത്തുന്നത് സർവ്വസാധാരണമായിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം മഅദിൻ ക്യാമ്പസിൽ നടന്ന ജില്ലാ SYS കൌൺസിൽ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സഹിഷ്ണുതയിൽ അധിഷ്ഠിതമായ സമൂഹ സൃഷ്ടിപ്പാണ് സുന്നി സംഘടനാ പ്രവർത്തനം കൊണ്ട് ലക്ഷ്യമാക്കേണ്ടതെന്ന് SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞു. മതത്തിന്റെ പേരിൽ തീവ്രവാദം വളർത്തുന്നവർ ഇസ്ലാമിക പ്രസ്ഥാനമെന്ന പേരിൽ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. SYS ജില്ലാ കൌൺസിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. PKM സഖാഫി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, സയ്യിദ് സുലാഹുദ്ദീൻ ബുഖാരി, മുഹമ്മദ് പറവൂർ, ഊരകം അബ്ദുറഹ്മാൻ സഖാഫി, അബ്ദുൽ കരീം കാലടി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പ്രസംഗിച്ചു.
സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ ശാക്തീകരണത്തിന്റെ ഭാഗമായി ലക്ഷദ്വീപ് ഘടകത്തിന്റെ ജില്ലാ സമ്മേളനത്തിന് ചെത്തിലത്ത് ദ്വീപിൽ നൂറുൽ ഉലമ നഗറിൽ പ്രൌഢമായ തുടക്കം. സയ്യിദ് ഫളൽ ജിഫ്രി പതാക ഉയർത്തി. SJM കേന്ദ്ര കമ്മിറ്റി ട്രഷറർ VPM വില്യാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് ജിഫ്രി അധ്യക്ഷത വഹിച്ചു. SJM കേന്ദ്ര സെക്രട്ടറിമാരായ സുലൈമാൻ സഖാഫി, ബഷീർ മുസ്ലിയാർ ചെറുപ്പ, ലക്ഷദ്വീപ് പ്രസിഡന്റ് ഹംസക്കോയ സഖാഫി, SYS പ്രസിഡന്റ് അലി മുഹമ്മദ് ഫൈസി തുടങ്ങി പ്രമുഖ നേതാക്കൾ സംബന്ധിച്ചു. സയ്യിദ് താഹിറുൽ അഹദൽ തങ്ങൾ അനുസ്മരണ ഭാഗമായി പുത്തിഗൈ മുഹിമാത്തിൽ നടന്നുവരുന്ന മാസാന്ത അഹദലിയ ദിക്ർ സ്വലാത്ത് മജ്ലിസും താജുൽ ഉലമ നൂറുൽ ഉലമ അനുസ്മരണവും ജനുവരി 21 വ്യാഴാഴ്ച മഗ്രിബ് നിസ്കാരാനന്തരം പുത്തിഗൈ മുഹിമാത്തിൽ നടക്കും. വൈകിട്ട് 5 മണിക്ക് മരണപ്പെട്ട സ്ഥാപന പ്രസ്ഥാന നേതാക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടി വിശുദ്ധ ഖുർആൻ ഖത്ം തീർത്ത് ഹദിയ ചെയ്യും. മഗ്രിബ് നിസ്കാരാനന്തരം നടക്കുന്ന ദിക്ർ സ്വലാത്ത് മജ്ലിസിന് സയ്യിദ് ഹസനുൽ അഹദൽ നേതൃത്വം നൽകും. കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി പ്രഭാഷണം നടത്തും. സയ്യിദ് ഹബീബുൽ അഹദൽ, സയ്യിദ് ഇസ്മായിൽ ബാഫഖി മദനി, C അബ്ദുള്ള മുസ്ലിയാർ ഉപ്പള, BS അബ്ദുള്ള കുഞ്ഞി ഫൈസി, വെള്ളിപ്പാടി അബ്ദുള്ള മുസ്ലിയാർ, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, അബ്ദുറഹ്മാൻ അഹ്സനി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ സംബന്ധിക്കും. സിയാറത്ത്, ദിക്ർ, ഉദ്ബോധനം, തഹ്ലീൽ, സ്വലാത്ത്, അനുസ്മരണം, കൂട്ടുപ്രാർത്ഥന എന്നിവയ്ക്കു ശേഷം തബറുക്ക് വിതരണത്തോടെ പരിപാടികൾ സമാപിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം ഫെബ്രുവരി അവസാനം. UAEയിൽ വിദ്യാലയ പ്രവേശന രജിസ്ട്രേഷൻ തുടങ്ങി. കുട്ടികളുടെ എണ്ണത്തിൽ കർശന നിബന്ധന. മുഹിമാത്തിൽ താജുൽ ഉലമ നൂറുൽ ഉലമ അനുസ്മരണവും അഹദലിയയും ഈ മാസം 21. IS-നെ ചെറുക്കാൻ കേരളമടക്കം 13 സംസ്ഥാനങ്ങളുടെ യോഗം സോഷ്യൽ മീഡിയയിലൂടെ യുവാക്കളിൽ IS സ്വാധീനം തടയാനുള്ള മാർഗം ചർച്ച ചെയ്യും. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നേരെ കരിമഷി പ്രയോഗം. സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം സമൂഹത്തിന്റെ ഭദ്രത തകർക്കുമെന്ന് ഖലീൽ തങ്ങൾ. വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഫലസ്തീനിൽ മഹ്മൂദ് അബ്ബാസുമായി കൂടിക്കാഴ്ച നടത്തും. അഫ്ഗാനിസ്ഥാനിൽ ചാവേർ സ്ഫോടനം, 11 മരണം. ചെറുകിട സംരംഭകർക്ക് പ്രോത്സാഹനവുമായി സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിക്ക് തുടക്കമായി. സുന്നി വോയ്സ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ നടപടിക്രമങ്ങൾ ഈ മാസം 23 പൂർത്തിയാക്കണം. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.